ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഓഫ് ഡേ ആണ്. ഓഫ് ഡേ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഓഫ് ഡേ. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ അപ്പം ഇന്ന് റെസ്റ്റ് ചെയ്യാം, സിനിമ കാണാം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്നാൽ എനിക്ക് നെക്സ്റ്റ് വീക്കിൽ 2 പ്രസൻറ്റേഷനും 3 ക്ലൗസറും വരുന്നുണ്ട്. വിച്ച് മീൻസ് ഒരു ഹെക്റ്റിക് ആയിട്ടുള്ള നെക്സ്റ്റ് വീക്കാണെങ്കിൽ എനിക്ക് കമ്മിങ്. അതുപോലെ എനിക്ക് വേറെ കുറച്ച് പേഴ്സണലി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി ഒത്തുചേർന്നിട്ടുള്ളൊരു കുട്ടി ഹെക്റ്റിക് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റീവ് ഡേ എന്ന് ഞാൻ നയിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ അങ്ങനെയൊക്കെ വിചാരിച്ച് എണീറ്റു, പക്ഷേ എനിക്കെന്തോ മൂഡ് അത്ര ഓക്കെ ആയിരുന്നില്ല. സോ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഇരുന്നു. പിന്നെ ഇപ്പോൾ വീട്ടിലൊക്കെ വിളിച്ച് കഴിഞ്ഞ് ഇപ്പോൾ നോർമലായിട്ടുണ്ട്. ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇങ്ങനെ ഇപ്പോൾ ഇരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് വെള്ളം കുടിച്ച് തുടങ്ങുക. അത് കഴിഞ്ഞ് നമുക്ക് വർക്കിലേക്ക് ഇരിക്കാം. ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ചെയ്യാനുള്ള വർക്കെല്ലാം ഒന്ന് നോക്കിയിട്ട് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം നോക്കാമെന്ന്. ആക്ച്വലി ഞാനിതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത്രയും വർക്കേ ഉള്ളൂ ചെയ്യാനായിട്ട്. ഞാൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നോക്കാം എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാമെന്നുള്ളത്. അപ്പോൾ എനിവേ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. സോ അപ്പോൾ ഇനി ഞാൻ വിചാരിച്ചു ഫസ്റ്റ് നമുക്ക് പ്രസൻറ്റേഷൻ കംപ്ലീറ്റ് ചെയ്യാം. കാരണം നാളെ ഇനി സമയം ഉണ്ടെങ്കിൽ പോലും ഞാൻ വിചാരിച്ചു നാളെ ക്ലാസ് പോകുമ്പോൾ ചുമ്മാ ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ നമുക്ക് പ്രസൻറ്റേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പഠിക്കുന്ന കാര്യത്തിലേക്ക് കിടക്കാം. സോ ഞാൻ പ്രസൻറ്റേഷൻ ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സംഭവങ്ങളെല്ലാം എടുക്കട്ടെ. ഒരെണ്ണം കംപ്ലീറ്റഡ് ആണ്, പക്ഷെ ഇത് പഠിക്കാനുണ്ട്. മേ ബി നെക്സ്റ്റ് വീക്ക് നമ്മൾ ആവത്തുണ്ടാവില്ല, അതുകൊണ്ട് ഇപ്പോൾ ഞാൻ നോക്കുന്നില്ല ഇത്. നമ്മുടെ നാട്ടിൽ +2 വരെ ഒത്തിരി പരിചിതമല്ലാത്തൊരു കാര്യമാണ് ഈ പ്രസൻറ്റേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ. ഞാനൊന്നും ക്ലാസ്സുകളിൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ വന്ന ശേഷമാണ് പിന്നെ എനിക്ക് ഈ പ്രസൻറ്റേഷൻ ചെയ്യലൊക്കെ കൂടി കേട്ടോ. അപ്പം ഞാൻ പ്രസൻറ്റേഷൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് പവർ പോയിൻ്റ് തന്നെയാണ്. പക്ഷേ നമുക്ക് ക്യാൻവേന്ന് ടെംപ്ലേറ്റ്സ് കിട്ടാറുണ്ട്. അപ്പോൾ എളുപ്പത്തിന് ചിലപ്പോൾ ക്യാൻവേ യൂസ് ചെയ്തിട്ട് അത് എന്തെങ്കിലും എഡിറ്റ് ചെയ്തിട്ട് പിന്നെ പവർ പോയിൻറ്റിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്യുക, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി നോക്കുന്നവർക്കൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഉപകാരപ്രദമായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ നാട്ടിനെ മര്യാദയ്ക്ക് നോക്കുവാണെങ്കിൽ. കാരണം ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ മറ്റേ ഔസ്ലൻഡറാണ്, അതുകൊണ്ട് മാറ്റി നിർത്തുന്ന ഒരു സീനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് തന്നെ ചെയ്യാനുള്ളൊരിതുണ്ടാവും. അല്ലെങ്കിൽ പെട്ടുപോകും. കാരണം അത് അങ്ങനെ കുറേ പിള്ളേർക്ക് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് പറഞ്ഞാണ്. നമുക്കിവിടെ ജർമ്മനിയിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനായിരിക്കും. ക്ലൗസറൊക്കെ ഉണ്ടാവും എങ്കിൽ പോലും കൂടുതൽ ടീച്ചേഴ്സ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് പ്രസൻറ്റേഷനാണ്. അപ്പോൾ നമുക്ക് മിക്കപ്പോഴും തന്നെ ഏതെങ്കിലുമൊക്കെ പ്രസൻറ്റേഷൻ ചെയ്യാനുണ്ടാവും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരും. നമ്മൾ വെളിയിൽ നിന്നും കൂടെ വരുമ്പോൾ നമുക്ക് ടോപ്പിക്സ് മനസ്സിലാവുന്നില്ല. ഇവിടെ എല്ലാവരും കുറച്ചൊരു തള്ളി കാണുന്ന ഒരു സെറ്റപ്പോടെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പോകത്തുള്ളൂ. പിന്നെ ഇപ്പോൾ ChatGPT ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ എങ്ങനെയാലും പിടിച്ചേക്കാം. പക്ഷേ ടീച്ചർമാർ എന്താ പറഞ്ഞതെന്നോടെ മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര പാടാട്ടോ. അപ്പോൾ നാട്ടിൽ നിന്ന് നിങ്ങൾ പ്രസൻറ്റേഷൻ്റെയൊക്കെ ഒരു ഐഡിയ ഒക്കെ കണ്ടുവെച്ച് മനസ്സിലിതാക്കിയിട്ട് ഹൗസ് ബിൽഡിംഗ് നഴ്സിംഗ് ഡയറക്റ്റ് എടുക്കുന്നവർക്കാട്ടോ. അല്ലാത്തവർക്ക് വേണ്ടിയല്ല പറയുന്നത്. പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇവിടെ വന്നിട്ട് പഠിക്കാം. പക്ഷെ എന്തെങ്കിലും ഒരു ഇപ്പോൾ ഈ തള്ളി നമ്മളെ മാറ്റി നിർത്തുന്ന ഒരു സിറ്റുവേഷൻ വന്നാലും പാടുപെടരുതല്ലോ. അതുകൊണ്ട് അത്യാവശ്യം അറിയാൻ പറ്റുന്നതെല്ലാം പഠിച്ചിട്ട് തന്നെ വരും. ഇപ്പോൾ എനിക്ക് പറ്റുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. കാരണം അങ്ങനെ ഞാൻ കണ്ടതുകൊണ്ട് മാത്രം കേട്ടോ. നമ്മുടെ പ്രസൻറ്റേഷനൊക്കെ കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട് ചെയ്യാനായിട്ട്. അപ്പം എനിക്ക് വിശക്കാൻ തുടങ്ങി. ആൻഡ് ഇതെനിക്ക് ഏമി വാങ്ങി തന്ന ഫ്ലവേഴ്സ് ഉണ്ടോ. ആക്ച്വലി ഇത് വാടിപ്പോയി തുടങ്ങിയിട്ടുണ്ട്. ബട്ട് ഞാനത് കുറച്ചൊന്ന് സെറ്റ് ചെയ്ത് വെച്ചു. ഇവിടെ എനിക്ക് ഫ്ലവർ വൈസോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാനതൊരു കോഫി ഒഴിക്കുന്ന പാത്രത്തിൻ്റെ അകത്തിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ഓക്കെ, പിന്നെ നമുക്ക് ഫുഡ് കഴിക്കുന്ന കാര്യത്തിനെ പറ്റി നോക്കാം. ഞാൻ ഓൾറെഡി ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊന്ന് ചൂടാക്കി എടുത്ത് കഴിച്ചാൽ മാത്രം മതി. ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ട് പോവാം. ഉച്ച കഴിയുമ്പോൾ ഒന്ന് കഴിച്ചാൽ മതി. ഓക്കെ, അത് കഴിഞ്ഞ് ഇന്ന് നമുക്ക് ഒന്ന് വെളിയിൽ നടക്കാൻ പോവാം. കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. ഡോറ ദി എക്സ്പ്ലോറർ ആവാം നമുക്കിന്ന്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലൈമറ്റാണ് കേട്ടോ. അതുകൊണ്ട് ഗ്യാസ് കയറുന്നുണ്ട്. എനിക്ക് സംസാരിക്കുമ്പോൾ ഗ്യാസ് കയറുന്നില്ല കേട്ടോ. ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഇത്രയും നേരം കിടക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഗ്യാസ് കയറി വരുന്നതാണ്. നോർമലാണ്. ഓക്കെ, ആൻഡ് വേറൊന്നുമില്ല. അപ്പോൾ ഫുഡൊക്കെ ആവട്ടെ. ഫുഡൊക്കെ ആയിട്ട് കഴിക്കുക. അതുപോലെ തന്നെ കുറേ പേര് ഞാൻ കഴിഞ്ഞ ദിവസം ഷോർട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റേ ക്രിയാറ്റിനും പ്രോട്ടീൻ പൗഡർ എടുക്കുന്നതിൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും ജിമ്മിൽ പോകുന്നതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. കാരണം ജിമ്മിൽ പോയിട്ട് മാത്രം കാര്യമില്ല, എൻ്റെ ഫുഡിൻ്റെ ഇൻടേക്ക് കറക്റ്റ് ആവുന്നില്ല. അപ്പോൾ പ്രോട്ടീൻ കഴിക്കൽ എനിക്ക് കുറച്ച് പാടാണ്. ഫുഡ് കഴിക്കില്ല, ടൈമിങ്ങും കാര്യങ്ങളെല്ലാം കൊണ്ട് ഫുഡ് കഴിക്കൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ വെളിയിൽ താമസിക്കുന്നവർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് ഞാൻ പിന്നെ പ്രോട്ടീൻ പൗഡർ വാങ്ങിച്ചത്. ക്രിയാറ്റിന് എടുത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ മസിൽ ഗ്രോത്ത് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ ടോട്ടലി എത്ര രൂപയായെന്ന് ഗസ് ചെയ്തവർ
കുറേ ഒരു ആൾ കണ്ടു 10 to 15 യൂറോ എന്ന് പറഞ്ഞു. അത്ര രൂപയ്ക്ക് കിട്ടുമായിരുന്നു. എന്താ പറയുമായിരുന്നു, 10 പെട്ടിയില്ലോ ഞാൻ വാങ്ങിച്ചു വെച്ചേനെ. അത് എനിക്ക് ടോട്ടലി ഒരു 70 യൂറോ ആയി. ആ 3 സാധനങ്ങളോടെ കൂടി വാങ്ങിച്ചിട്ട് എനിക്ക് 70 യൂറോ ആയിട്ടോ. പൈസ പോകുന്ന പോക്ക്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പശം. നമുക്കിപ്പം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് റെസ്റ്റ് എടുത്ത ശേഷം നമുക്ക് നടക്കാനൊക്കെ പോകട്ടോ. വൈകുന്നേരം നടക്കാൻ പോകാം. അപ്പം നമ്മുടെ ഫുഡ് സെറ്റായിട്ടുണ്ട്. അപ്പം നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫുഡ്. വെട്ടടിക്കുന്നതുകൊണ്ട് ഒരുമാതിരി എനിക്ക് നിങ്ങൾ കാണാൻ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫുഡ്. ഓക്കെ, അതെന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നിലവിൽ ഇപ്പോൾ ഞാൻ എനിക്ക് പ്രോട്ടീൻ ഇൻടേക്ക് എന്നെ കൂട്ടണം ആൻഡ് ഫാറ്റ് മാക്സിമം കുറയ്ക്കണം. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പം ഞാൻ ഫോക്കസ് അല്ലല്ലോ. ഓക്കെ, ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് പ്രോട്ടീൻ ഇൻടേക്ക് കൂട്ടാനും ഫാറ്റ് കുറയ്ക്കാനും ഒരു ഒറ്റ മാർഗ്ഗം ഞാൻ നോക്കിയിട്ട് കണ്ടുള്ളൂ, ഫുഡ് കഴിക്കാൻ വേണമല്ലോ. അപ്പം ഇഷ്ടപ്പെട്ട ഫുഡ് ഫാറ്റിലാണ് നമുക്ക് കഴിക്കാം. ഐ ഡോണ്ട് നോ, ഞാൻ അങ്ങനെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഇതൊന്നും അല്ല, എന്നാലും എനിക്കറിയാവുന്ന അറിയിച്ചിട്ട് ഞാൻ കഴിക്കുന്നതാണ്. വെജീസും കഴിക്കണമല്ലോ. അപ്പോൾ എനിക്ക് അങ്ങനെ വെജീസൊന്നും ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പിന്നെ ഈ എന്താ പറയുക, മറ്റേ ഈ നമ്മുടെ നാട്ടിലെ തോരണോ സംതിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും കുറച്ച് ഓയിൽ യൂസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുവാണ്. അപ്പം അതുകൊണ്ട് പിന്നെ എനിക്കത് കുറച്ചൊരു ഇതായിട്ട് തോന്നി. അപ്പം അതിനെനിക്ക് ഇതിപ്പോൾ റൈസ് വന്നത് ബസ്മതി റൈസാണ്. അപ്പം എനിക്ക് ബസ്മതി റൈസിൻ്റെ കൂടെ മറ്റേ സാധനം ഇട്ട് കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഈ എന്നായിരുന്നതിൻ്റെ പേര് തോരൻ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴിക്കുന്ന ഇഷ്ടമില്ല. പിന്നെ അതും ഇരട്ടി പണിയാണ്. കടുക് പൊട്ടിക്കണം, തേങ്ങ ഇതാക്കണം, അങ്ങനെ കുറേ പണികളുണ്ട്. അപ്പം ഞാൻ കണ്ടുപിടിച്ചൊരു മാർഗ്ഗം, എനിക്ക് ബ്രൊക്കോളി ഇഷ്ടമാണ്. അപ്പോൾ ബ്രൊക്കോളി ഞാൻ വേവിച്ചിട്ട് അത് കുറച്ച് ഒലീവ് ഓയിലിൽ സോട്ട് ചെയ്ത് കഴിക്കും. അപ്പോൾ ഒലീവ് ഓയിൽ നല്ലതാണ്, അധികം ആവുന്നുമില്ല, ഒരു ഇച്ചിരി എടുക്കുന്നുള്ളൂ, നല്ലതാണ്. അതുപോലെ അടിക്കും, ചിക്കൻ ഗ്രില്ലടിക്കും. എന്നിട്ട് അത് കട്ട് ചെയ്ത് പീസാക്കും. പിന്നെ ചോറ് വേവിക്കും എക്സ്ട്രാ ആയിട്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കുറച്ച് സോയാ സോസും കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് വയ്ക്കും. കാരണം ഒരു ടേസ്റ്റിന് വേണ്ട, വേറൊന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല, ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ സോൾട്ട് ഇടും ഓഫ് കോഴ്സ്. അപ്പം എളുപ്പപ്പണിയാണ്, എന്നാൽ പ്രോട്ടീൻ ഇൻടേക്ക് കയറുന്നുണ്ട്, ഫാറ്റ് കുറയുന്നുണ്ട്. 2 ദിവസം അടുപ്പിച്ച് കഴിച്ചപ്പോഴത്തേക്ക് നമുക്ക് ഫീൽ ചെയ്യും. എൻ്റെ ആപ്സ് ഇങ്ങനെ ആയിരുന്നില്ല നേരത്തെ, വയറിങ്ങനെ ആയിരുന്നില്ല. അപ്പം നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്തോരം ഫാറ്റിൻ്റെ കണ്ടൻറ്റ് കുറഞ്ഞു എന്നുള്ളൊരു കേസ്. അല്ലെങ്കിൽ മറ്റേ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിലും ഒത്തിരി ഓയിൽ വരുവാണ്, പിന്നെ ഒത്തിരി പണിയാണ് ഉണ്ടാക്കി ഇങ്ങനെ നിൽക്കുന്നത്. ഇതിപ്പം ഇന്നലെ രാവിലെ ഞാൻ ഫുഡ് കഴിക്കണതിൻ്റെ കൂടെ ഉണ്ടാക്കി ഒരു ജസ്റ്റ് ചിക്കൻ വേവിക്കാൻ വെക്കുന്നു, അല്ലെങ്കിൽ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വെക്കുന്നു, ആ കൂടെ ബസ്മതി റൈസ് ഇതാക്കാൻ വെക്കുന്നു, ആ കൂടെ ബ്രൊക്കോളി ഒരു 8 മിനിറ്റ് വേവിക്കാൻ വെക്കുന്നു. ഇതെല്ലാം ഓൾറെഡി ബ്രൊക്കോളി ആണെങ്കിലും ഫ്രോസൺ ബ്രൊക്കോളിയാണ്. ഞാൻ മറ്റേത് വാങ്ങിച്ചില്ല, കാരണം ഫ്രോസൺ ആകുമ്പോൾ കേടായി പോകുന്നുള്ള പേടിയുണ്ട്. മറ്റേത് ഇവിടെ ഇരുന്ന് കേടായി പോകുന്നുണ്ട് വേഗം. പിന്നെ വില വ്യത്യാസവും അത്യാവശ്യം നന്നായിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് വാങ്ങിച്ച് സോട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, എളുപ്പപ്പണിയായി. ഇനിയിപ്പം നാളത്തേക്ക് ഉണ്ടാക്കിയാൽ മതി. ഇന്നലെ ഉണ്ടാക്കിയിട്ട് 2 ദിവസത്തേക്കുണ്ട്. ഇനിയിപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് സിനിമയൊക്കെ കണ്ട് കഴിച്ച് വീട്ടിലൊക്കെ വിളിച്ചിട്ട് കുറച്ചുകൂടെ പണികളുണ്ട്. അത് കഴിഞ്ഞ് ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് നടക്കാൻ പോകുന്നതാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. എന്നിട്ട് പോയിട്ട് വന്നിട്ട് വേണം നമുക്ക് കുളിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. കാരണം ഇപ്പോൾ ഇവിടെ നല്ല ചൂടാണ് ജർമ്മനിയിൽ. അതുകൊണ്ട് ഇപ്പോൾ കുളിച്ചില്ലെങ്കിൽ എനിക്കൊരു അസ്വസ്ഥമാണ്. ഇപ്പം തന്നെ വേർത്ത് തുടങ്ങി. അപ്പോൾ എനിവേ ഞാൻ ഫുഡ് കഴിക്കട്ടെ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഞാൻ വിസ്മയത്തുമ്പത്ത് സിനിമ ഇരുന്ന് കാണാമായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് ഫുഡ് കഴിച്ചിട്ട് പിന്നെ കാണാം. സോ അപ്പോൾ ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് സൺസ്ക്രീൻ ഇടുന്നത് മസ്റ്റാണ്. അതിന് മാത്രം വെയിലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സൺസ്ക്രീൻ മസ്റ്റാണ്. വെളിയിൽ ഇറങ്ങുമ്പോൾ ഞാൻ രാവിലെ ഇട്ട സൺസ്ക്രീൻ ആട്ടോ, പിന്നെ ഇട്ടിട്ടില്ല. ഇത് ഇവിടുത്തെ ഒരു ലോക്കൽ സൺസ്ക്രീനാണ്. കാരണം നാട്ടിൽ നിന്ന് ഇനി വരുത്തിക്കണം എനിക്ക് എൻ്റെ സൺസ്ക്രീൻ. ചെവിയിലൊക്കെ നമ്മൾ ഇറങ്ങും. ഭയങ്കര ഒരു ഓയിൽനെസ് നമുക്ക് തോന്നും, പക്ഷെ അത് കാര്യമാക്കുന്നത് അത് നോർമലാണ്. ഈ കയ്യിലോടെ ഇട്ടാൽ കുറച്ച് കറക്റ്റ്. കുറച്ച് പേസ്റ്റോടെ കളയട്ടെ. അപ്പോൾ അതോടെ കളഞ്ഞിട്ട് പോകാനായിട്ട്. ഓക്കെ, ഇപ്പോൾ താഴത്തെ നിലയിലൊന്നും ആരില്ലാത്തത് കൊണ്ട് അവിടെ ഭയങ്കര എംറ്റി ഉണ്ടാകും. തൊട്ടി വെക്കുന്ന വെയിലൊന്നും ഞാൻ ഇറങ്ങുന്നുള്ളത് ഇത്ര വെയിൽ കളിക്കോ. വ്ലോഗ് എടുത്തിട്ട് എല്ലാം ചെയ്യാൻ കുറച്ചൊരു പാടുണ്ട്.
ഓക്കെ, ഇതാണ് നമ്മുടെ വേസ്റ്റ്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് കളഞ്ഞിട്ട് നമുക്ക് സെറ്റാവാം. കാര്യം പറഞ്ഞാൽ സൈക്കിൾ ഓടിക്കാൻ പറ്റിയ വെതറായിരുന്നു, പക്ഷേ എനിക്ക് സൈക്കിൾ ഓടിക്കാനൊരു മൂഡില്ല. അങ്ങനെ നടന്ന് നമ്മൾ കുറച്ച് വീട്ടപ്പുറത്തേക്ക് മാറിയിട്ടുണ്ട്. ഞാനിവിടെ പണ്ട് ആംബുലൻസ് ഫ്ലീഗയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ ഇവിടെ കുറേ ആൾക്കാരെയൊക്കെ ശുശ്രൂഷിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കുറച്ച് വഴിയൊന്ന് മാറ്റി പിടിക്കുകയാണ്. കാരണം അതിൽ കൂടെ പോയാൽ ഇനിയിപ്പം അവരെ കണ്ടാൽ പിന്നെ വർത്താനം പറയണം. ഐ എം നോട്ട് ഇൻ എ ഗുഡ് മൂഡ്. നമുക്കിന്ന് വഴി മാറ്റി പിടിച്ച് പോകാം. എൻ്റെ പോലെയുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ? കാരണം എനിക്കങ്ങനെ എല്ലാവരുടെ അടുത്തും സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ചില സമയങ്ങളിൽ കുഴപ്പമില്ല, ചില സമയങ്ങളിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്ന് അങ്ങനത്തെ ഒരു ദിവസമാണ്. ആൻഡ് വീട്ടിലിരുന്നപ്പോൾ ഞാൻ ഓർത്തില്ല വെളിയിൽ ഇത്രയും ചൂടുണ്ടാവുമെന്ന്. ഞാനാണെങ്കിൽ കറക്റ്റ് ഇതേ കറുപ്പൊക്കെ ഇട്ട് കൈയൊക്കെ ഉള്ളതിട്ടിട്ട് വന്നേക്കാണ്. ഭയങ്കര ചൂടെടുക്കുന്നുണ്ട്. ഇവിടെ നല്ല അടിക്കുന്നത്. തൊപ്പി വെച്ചത് നന്നായി, എന്താണല്ലോ സൺസ്ക്രീൻ ഇട്ടതും നന്നായി. നല്ല ചൂടുണ്ട് കേട്ടോ, നല്ലൊരു കുത്തി പൊള്ളുന്നൊരു ചൂട് സൂര്യൻ്റെ വക. അപ്പം ഞാൻ പോട്ടെ. ഞാൻ മറ്റേ ക്രോക്സ് ഒക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത് കേട്ടോ. ക്രോക്സ് സോക്സ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു കാട്ടിക്കോടെയാണ്, കാടല്ല, ഇത് വേറെന്തോമാണ്. ഇതിക്കൂടെ ചുമ്മാ നടക്കുകയാണ്. ഇത് ഇവിടെ കുറേ കിളികൾ ഇരിക്കുന്നുണ്ടോ? പറഞ്ഞേ. നമുക്ക് വേണമെങ്കിൽ കുറച്ച് അപ്പുറം വരെ പോവാം. വേണമെങ്കിൽ ചുമ്മാ നടന്ന് നോക്കാമല്ലേ. എന്താ അവിടെ നിന്ന് നമുക്ക് അറിഞ്ഞിട്ട് വരാം. അത് ഇങ്ങോട്ട് പോകണോ? ഇങ്ങോട്ട് പോകണ്ട, അവിടെ കണ്ടിട്ട് എനിക്ക് പേടിക്കാം. നമുക്ക് റോഡ് നോക്കിപ്പോം. റോഡ് ലക്ഷ്യം വെച്ച് കുറച്ചങ്ങോട്ട് നടക്കാം, എന്നിട്ട് തിരിച്ചു വരാം. ഞാനങ്ങനെ നടന്ന് അവസാനം വീട്ടിലേക്ക് തിരിച്ചെത്തിട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കോളൊക്കെ ചെയ്തുകൊണ്ട് വരായിരുന്നു. നന്ദു വിളിച്ചു. അങ്ങനെ കുറേ പരിപാടികളിലൂടെ വീട്ടിലേക്ക് തിരിച്ചെത്തിയത്. അതുകൊണ്ട് പിന്നെ ബ്ലോഗൊന്നും എടുത്തില്ല കേട്ടോ. തിരിച്ച് നടക്കുന്നതിൻ്റെ ഒന്നും. അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സമാധാനം കേട്ടോ. ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ. കാരണം ഉണ്ടല്ലോ, ഭയങ്കര തണുപ്പാണ് ഈ വീടിൻ്റെ അകത്ത്. അതായത് വെളിയിൽ എത്ര ചൂടായിക്കോട്ടെ വീടിൻ്റെ അകത്തൊരു തണുപ്പുണ്ടാവും. വീട് മരം വെച്ച് ഉണ്ടാക്കിയതുകൊണ്ടായിരിക്കണം, ഐ തിങ്ക് സോ. അപ്പം അങ്ങനെ ഒരു സുഖമുള്ളൊരു ഇത്. വേഗം ചൂടിയിൽ നിന്ന് AC കയറിയൊരു മട്ടായിരുന്നു എനിക്ക് വേഗം കയറിയപ്പോഴത്തേക്ക് കേട്ടോ. പിന്നെയുള്ള പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് അടിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ പ്രോട്ടീൻ ഷേക്കൊക്കെ ആക്കിയിട്ടുണ്ട്. പ്രോട്ടീൻ പൗഡറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. വേറെ ഒന്നും ഇല്ല. ഇതിൻ്റെ അകത്ത് മിൽക്ക് ഉണ്ട്, പ്രോട്ടീൻ പൗഡർ ഉണ്ട്, 1 സ്കൂപ്പാണോ 1.5 സ്കൂപ്പ് എങ്ങാണ്ട് ഇട്ടു തോന്നുന്നു. പിന്നെ ഓട്സ് ഉണ്ട്, പഴമുണ്ട്, പിന്നെന്താ ഞാൻ ഇട്ടേ, അത് മാത്രമേ ഇട്ടുള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ ആൽമണ്ട്സും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും. ക്രിയാറ്റിൻ എടുത്തിട്ടില്ല ഇന്ന്. ക്രിയാറ്റിൻ എടുത്തോ എനിക്ക് ഓർക്കുന്നില്ല. ഇത് ഒരാഴ്ച മുന്നേ ഉള്ള വ്ളോഗാണ് കേട്ടോ. ഒരാഴ്ച മുന്നേ ഞാൻ എടുത്തു വെച്ചാണ്. ക്രിയാറ്റിൻ ഇട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എടുത്തു. ക്രിയാറ്റിൻ എടുത്തായിരുന്നു. നാളെ മുതൽ ജിമ്മിൽ പോകണം എന്നൊക്കെയുള്ള സ്കോപ്പിലും കണ്ട് എടുത്തെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ജസ്റ്റ് ഞാൻ കുടിക്കുമ്പോൾ കുറേ ആക്ഷനൊക്കെ കാണിക്കുന്നത്. ഇത് വോയിസ് ഓവർ ചെയ്യുന്ന വേറൊന്നുണ്ടല്ലോ. ഇതിൻ്റെ ബാക്കിൽ ഒരു സ്റ്റോറി ടെയിലിംഗ് നടക്കുന്നുണ്ട്. മറ്റേ കുഞ്ഞു പിള്ളേരുടെ കഥകളില്ലേ, അത് കേൾക്കുന്നുണ്ട് കേട്ടോ ഞാൻ. സോ ഗായ്സ്, അങ്ങനെ ഇപ്പോൾ ഏകദേശം രാത്രിയായി, 8 മണി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ സ്മൂത്തി അല്ലെങ്കിൽ പ്രോട്ടീനും കാര്യങ്ങളെല്ലാം കുടിച്ച് കഴിഞ്ഞ ശേഷം പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്തു. നന്ദുവിനെ വിളിച്ചു. ഗിത്താർ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ വീഡിയോ കോൾ വിളിച്ചിട്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് വിശക്കുന്നില്ല. പക്ഷേ പ്രോട്ടീൻ ഇൻടേക്ക് കറക്റ്റ് ആക്കണമെങ്കിൽ ഫുഡ് കഴിച്ചേ പറ്റുള്ളൂ. ഞാൻ ഇന്ന് എൻ്റെ എഗ്ഗ് കഴിച്ചിട്ടില്ല. എഗ്ഗും പിന്നെ രാവിലത്തെ ഫുഡും തന്നെയാണ്. ഗുഡ്. അപ്പം ഞാൻ കഴിക്കട്ടെ, എന്നിട്ട് പിന്നെ കാണാം. ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് രാത്രി ആയപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ബേസിക് സ്കിൻ കെയർ റൂട്ടീനിലേക്ക് കടന്നു. അതായത് രാവിലെ നമ്മൾ തേച്ച സൺസ്ക്രീനൊക്കെ കളഞ്ഞ് മുഖമൊക്കെ കഴുകി നമുക്കിനി സ്കിൻ കെയർ ടൈം ഉണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ കംപ്ലീറ്റ് കാണിച്ചിട്ടില്ല കേട്ടോ. മിക്ക വീഡിയോയിലും കാണിക്കുന്നുണ്ട്. ഇനിയുള്ള പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് നാളത്തേക്ക് എനിക്ക് എൻ്റെ മുടി മറ്റേ കേളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ മുടി ഇങ്ങനെ കേളായിട്ട് കിടക്കുന്ന ഒരു ഇത്. അന്നേരം അതിൻ്റെ അകത്തൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരുമെന്ന് വെച്ചിട്ട്. അന്ന് മുതലേ ഞാൻ ആലോചിക്കുന്നതാണ് ഇനി ഒരു ദിവസം ഇത് കെട്ടുന്ന ടൈമിൽ വീഡിയോ എടുക്കണം എന്നുള്ളത്. പക്ഷേ അത് കെട്ടി ഒരു 5-6 ദിവസം ഞാൻ അത് കഴിഞ്ഞിട്ട് കെട്ടി. പക്ഷേ അന്നേരം ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ മുടി 2 സൈഡിൽ കീറി ചാടിയൊക്കെ കളഞ്ഞെടുക്കുകയാണ്. ഞാൻ യൂസ് ചെയ്യുന്ന സിറം മറ്റേ സ്ട്രീക്സോ അങ്ങനെ എന്തോ പറഞ്ഞൊരു ബ്രാൻഡില്ലേ നമ്മുടെ നാട്ടിൽ, അതിൻ്റെ സിറം തന്നെ. അപ്പം ഇതാണ് ആ സാധനം. ഇത് നമ്മൾ സെക്യൂർ ചെയ്ത് വെക്കുക. ആദ്യം തലയുടെ മുകളിൽ 2 ഭാഗമാക്കി എടുത്തിട്ട് ഇത് സെക്യൂർ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഒരു സൈഡിൽ മുടി ഞാൻ കെട്ടിയിടുന്ന വേറൊന്നുകൊണ്ടല്ല, ഇപ്പുറത്തെ മുടി വലിച്ചെടുക്കുന്ന ടൈമിൽ ബാക്കിൽ നിന്ന് വരാണ്ടിരിക്കാൻ വേണ്ടിയാണ്. ഇത്
ഒരു സൈഡിൽ നിന്ന് എടുത്ത് ഇതിനൊന്ന് ചുറ്റി മറ്റേ മുടിയുടെ കൂടെ കൂട്ടി അങ്ങനെ വേണം ഇട്ട് കൊടുക്കാൻ. അതായത് ഇപ്പോൾ ചുറ്റും, എന്നിട്ട് നേരത്തെ നമ്മൾ ചുറ്റി വെച്ച മുടിയുടെ കൂടെ ഇതെടുത്ത് നെക്സ്റ്റ് അടുത്ത ചുറ്റോടെ ചുറ്റും. അങ്ങനെ ഇത് കംപ്ലീറ്റ് ചുറ്റിയെടുക്കണം, 2 സൈഡും കംപ്ലീറ്റ് ചുറ്റിയെടുക്കണം. ആദ്യം ഇത് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര പാടായിരുന്നു കേട്ടോ. പിന്നെ ഒരു 3-4 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കത് നോർമലായി, എളുപ്പമായിട്ടുള്ളൊരു പണിയായിട്ട് കിട്ടി കേട്ടോ. കാരണം ആദ്യം ചെയ്യുന്ന ടൈമിൽ നമുക്ക് കൈ ലൂസായി പോവും, മുടി ലൂസായി പോവും, കയ്യിൽ നിന്ന് വിട്ടുപോവും. അത് പിന്നെ ഒന്നുകൂടെ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്കൊക്കെ വരുമായിരുന്നു. ഇതിപ്പോൾ കംപ്ലീറ്റ് വേഗം തന്നെ തുരുതുരുന്ന് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന കേസസേ ഉള്ളൂ. അപ്പം അങ്ങനെ വേഗം ചെയ്ത് തീർത്തിയിട്ട് നമ്മളൊരു ഇതിട്ട് സെക്യൂർ ചെയ്ത് വെക്കുക. എന്താ പറയുക, ബണ്ണല്ലി ബുഷ് എന്താണ് സാധനം ഇട്ട് സെക്യൂർ ചെയ്ത് വെക്കുക. അത് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടും കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ക്ലിപ്പ് ഉണ്ടായിരുന്നു, അതും ഞാൻ അങ്ങനെ സെക്യൂർ ചെയ്ത് വെച്ചു. ഇപ്പോൾ 2 സൈഡ് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. 2 സൈഡ് സെറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഇതൊന്ന് കൂട്ടിക്കെട്ടുകയാണ്, ബാക്കിൽ കൂട്ടിക്കെട്ടുകയാണ്. കാരണം അത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഡിസ്റ്റർബൻസ് ആണിത്. ഞാൻ കിടക്കുന്ന ടൈമിൽ ഒരു സൈഡിലേക്ക് വരുന്നതുകൊണ്ട് എനിക്ക് കിടക്കാൻ പറ്റില്ല. ഞാൻ മറ്റേ സൈഡ് ചെരിഞ്ഞ് കിടക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ഞാൻ ചെറിയൊരു കുട്ടി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നതാണ്. വിഷമമുണ്ട് എന്നാൽ അതോടെ സന്തോഷമുള്ള ഒരു കൈൻഡ് ഓഫ് ഷോപ്പിംഗ് ആയിരുന്നു. അപ്പോൾ ഞാൻ വാങ്ങിച്ച കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ആൻഡ് റേറ്റ് എത്രയായി കാര്യങ്ങളെല്ലാം പറയാം. അപ്പോൾ ആദ്യം നമുക്ക് DME എന്ന് വാങ്ങിച്ച സാധനം കാണാം. DME എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളിപ്പോൾ നാട്ടിൽ നിന്നൊക്കെ വരുന്ന ടൈമിൽ എന്താ പറയുക, നിങ്ങൾക്ക് കുളിക്കുന്ന സാധനങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പോയി വാങ്ങാം. മേക്കപ്പ് സാധനങ്ങൾ കിട്ടും, കുളിക്കുന്ന സാധനങ്ങൾ കിട്ടും, പാത്രം കഴുകാനുള്ളത് കിട്ടും, അതുപോലെ എല്ലാ സാധനങ്ങളും കിട്ടും. നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് അതെല്ലാം കിട്ടുന്ന ഒരു കൈൻഡ് ഓഫ് ഡ്രഗ് സ്റ്റോർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഡ്രഗ് എന്ന് വെച്ചാൽ ഡ്രഗല്ല, ഡ്രഗ് സ്റ്റോർ. അപ്പോൾ അങ്ങനെ വേണം നമുക്ക് പറയാം. അപ്പോൾ അവിടെ നിന്നാണ് ഇന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത്. ഞാൻ താമസിക്കുന്നിടത്ത് കറൻ്റ്ലി DMO കാര്യങ്ങളൊന്നും ഇല്ല. എനിക്ക് ഹനോവർ പോകണം. ഹനോവറിൽ നിന്ന് ഇവിടുന്ന് 3-4 സ്റ്റോപ്പേ ഉള്ളൂ. പിന്നെ എനിക്ക് ഹനോവർ പോകുന്നതാണ് കുറച്ചുകൂടി ഈസി. അപ്പം ഞാൻ കുറച്ച് റീൽ കണ്ടിട്ട് വാങ്ങിച്ച കുറച്ച് സാധനങ്ങളാണ് കേട്ടോ കാണിച്ചത്. ഫസ്റ്റ് വൺ ഈ ഒരു ബ്രസീലിയൻ ലവ് എന്ന് പറഞ്ഞിട്ടൊരു ഡൂഷ് ഗെൽ അല്ലെങ്കിൽ ഡൂഷ് ക്രീം, അതായത് ബോഡി വാഷാണിത്. ഇത് 2.95 സംതിങ് എത്ര കേട്ടോ. എനിക്ക് കറക്റ്റ് ഇന്നത്തെ INR റേറ്റ് അറിയില്ല. 2.95 യൂറോ ആയിട്ടുണ്ടായിരുന്നു ഇതിന്. അതുപോലെ തന്നെ സെയിം അതിൻ്റെ ഒരു പീലിങ്, ക്യോപ്പ പീലിങ് വാങ്ങിച്ചു. അതായത് ബോഡി പീലിങ്, ലൈക്ക് കൈൻഡ് ഓഫ് സ്ക്രബാണ് കേട്ടോ ഇത്. അതും വാങ്ങിച്ചു. എനിക്ക് വേറെ സ്ക്രബ് ഉണ്ട്, എന്നാലും ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അപ്പം ഇതുമായി. അതിന് എത്രയായിരുന്നു റേറ്റ് ഞാൻ പറഞ്ഞുതരാം. അതിന് ഇതിന് 2.95ഉം ഇത് 3.95 ആണ് കേട്ടോ. പക്ഷെ അവിടെ കാണിച്ചത് 3.95 എന്നല്ലായിരുന്നു, 2.95 എന്നൊരു മെസ്സേജ് വരുന്നത്. സോ എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്ത് കളഞ്ഞേക്കാം. സോ കംപ്ലീറ്റ് മെസ്സാണ്, ക്ലീൻ ചെയ്യാണ്ട് കേട്ടോ. അപ്പം അങ്ങനെ. ആൻഡ് നെക്സ്റ്റ് സാധനം വന്നിട്ട് ഇത് ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്യാൻ ഓർത്ത് വാങ്ങിച്ചത്. എനിക്കിപ്പോൾ വലിയ ആവശ്യമൊന്നും ഇല്ലെങ്കിൽ പോലും പെൺപിള്ളേരുടെ സ്വഭാവം അങ്ങനെയാണ്. നമുക്ക് ഇങ്ങനത്തെ ഉള്ള കുറച്ച് മേത്ത് യൂസ് ചെയ്യുന്ന സാധനം, തലയിൽ യൂസ് ചെയ്യുന്ന സാധനം, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ വാങ്ങാനായിട്ടുള്ളൊരു ത്വരയാണ്. അപ്പം അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ്. ഇതിന് ഒത്തിരി എമൗണ്ട് ഒന്നും ആയില്ല. ഇതൊരു എന്താ മറ്റേ ഷ്പ്യൂലിംഗ് ആണ്. അയ്യോ, ഇത് ഷാമ്പു ആണ് കേട്ടോ. അതിന് ഷ്പ്യൂലിംഗ് സെപ്പറേറ്റ് എടുത്തായിരുന്നു. ഓക്കെ, ഇത് ഷാമ്പു ആണ്. ഷാമ്പൂവിനായത് 1.35 ആണ് കേട്ടോ. മേ ബി നല്ലതായിരിക്കും. ക്രിയാറ്റിൻ റിപ്പയർ ഷാമ്പൂ. ഈ ബ്രാൻഡ് ഇപ്പോൾ ഞാൻ കുറേ കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മുടിയിലെന്ന് ഓർത്തിട്ട് എടുത്തതാണ്. പിന്നെ അതുപോലെ സെയിം അതിൻ്റെ തന്നെ ഷ്പ്യൂലിംഗ് എന്ന് പറഞ്ഞാൽ കണ്ടീഷണറോടെ എടുത്തിട്ടുണ്ട്. പിന്നെ വേറെ ഒന്നുമില്ല, ഈ ഒരു സാധനമാണ് എടുത്തിരിക്കുന്നത്. മുടി പുതുതായിട്ടൊന്ന് കളർ അടിക്കാമെന്ന് വെച്ചു. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചു എൻ്റെ ഈ ഹെയർ കളർ എന്താണ്. ആക്ച്വലി ഇതെൻ്റെ ഹെയർ കളർ അല്ല. ഇത് ഞാൻ ബ്ലീച്ച് ചെയ്തതിൻ്റെ ഹെയർ കളറിൻ്റെയും കൂടെ മിക്സ് ലാസ്റ്റ് ഇളകിയേക്കുന്നതാണ്. ഇത് കുറേ ആയി ഇപ്പം ഞാൻ ചെയ്തിട്ട്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് പോയി. ഇതിപ്പോൾ ബ്ലീച്ച് ചെയ്തതിൻ്റെ ആ ഒരു എഫക്റ്റിൽ നിൽക്കുന്നത് മാത്രമാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയിട്ടുണ്ടായിരുന്നു, നല്ല ഡിഫറൻസ് വന്നില്ലേ. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ഒരു പുതിയ കളറ് ട്രൈ ചെയ്യാം. ആൻഡ് ഞാൻ ഈ ഒരു കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എൻ്റെ ഹെയറിൽ ഇങ്ങനെ വരില്ല. എൻ്റെ ഹെയറിൽ ഈ കൈൻഡ് ഓഫ് സംഭവത്തിൽ വരും. ഇപ്പോൾ എൻ്റെ ഈ മുടി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു മുടിയൊക്കെ ആയിട്ട് താരതമ്യപ്പെടുത്താം, എങ്കിലും ഈ ഒരു കളർ വരും. മേളിൽ ഇതായതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു രീതിയിലേക്കായിരിക്കും വരിക എന്നാണ് പറഞ്ഞിട്ടില്ല. നോ ഐഡിയ എങ്ങനെ ആയിരിക്കും, എന്തായിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പൊട്ടട്ടെ. അത് കഴിഞ്ഞ് ഇത്രയും സാധനങ്ങൾ ഞാൻ വാങ്ങിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മൈൻഡിൽ ഞാനിങ്ങനെ നടന്ന് വന്ന ടൈമിൽ ഒരു കട കണ്ടു, ഷൂ കട കണ്ടപ്പോഴത്തേക്കും എനിക്ക് കയറണോ 70% ഓഫ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എൻ്റെ മനസ്സ് എന്താ പറയുക കയറിപ്പോയി കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും എടുക്കാണ്ട് വരാനുള്ളൊരു മൂഡ് തോന്നുന്നില്ല. ഞാൻ എല്ലാം ഇങ്ങനെ ടിക്കിറങ്ങി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സമയമുണ്ട്. അങ്ങനെ എന്തോ ഒരു പൊട്ട ബുദ്ധിക്ക് ഞാൻ പോയി എടുത്ത് മറ്റൊരു സാധനമാണ്
വേറൊന്നുമില്ല, ഒരു കുട്ടി സാമ്പ. ഭയങ്കര കുഞ്ഞു ഷൂ അല്ലേ, എനിക്ക് ഇത്രയും ചെറിയ അതാണ് കേട്ടോ. 36 ആണ്. ഇതിന് എനിക്ക് ഓഫർ റേറ്റ് ആയിരുന്നു, 70 യൂറോസിന് എനിക്ക് കിട്ടി ഓഫറിന്. ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് ഇതിനകത്ത് കൊടുത്തിട്ടില്ല, എനിക്കറിയില്ല കേട്ടോ. എനിക്ക് മേ ബി അഡീഡാസിൻ്റെ സൈറ്റിൽ ചെക്ക് ചെയ്തിട്ട് അറിയാം ഒറിജിനൽ പ്രൈസ് എത്രയാണ്. അതിൻ്റെ അത് കൊടുത്തിട്ടില്ല. ഇത് 36 ആണ്, അത് മാത്രം എനിക്കറിയാം. ഇതാണ് പുതിയ ഷൂ. അപ്പം ഇനി പുതിയ ഷൂ ആയി. അങ്ങനെ അപ്പോൾ അതിനി എന്തെങ്കിലും ആവട്ടെ, അതിനി ഇവിടെ മാറ്റി വയ്ക്കുക. അപ്പോൾ ഇനി നമുക്ക് പണികളുണ്ട്, ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങണം. കാരണം ഇനി നാളെ ശനി ഞായറാണ്. അപ്പോൾ നമുക്ക് ആദ്യം മുടി കളർ ചെയ്യണോ എങ്ങനെയാണെന്ന് ആലോചിച്ചിട്ട് നോക്കാം. എനിക്ക് ഒരെത്തും പിടിയില്ല. അത് വീട് ക്ലീൻ ചെയ്തുകൊണ്ട് മുടി കളർ ചെയ്യണോ. ഫസ്റ്റ് എന്തായാലും മുടി കളർ ചെയ്യാനാണെങ്കിൽ ഈ ഡ്രസ്സും കാര്യങ്ങളും മാറണം, വേറൊരു നോർമൽ ഡ്രസ്സിലേക്ക് എടുത്തരണം. അപ്പോൾ ഞാൻ ഒന്ന് ചിന്തിക്കട്ടെ, ചിന്തിച്ചൊരു തീരുമാനം. സോ അപ്പോൾ നമ്മൾ ഹെയർ കളർ ചെയ്യാൻ വേണ്ടി സെറ്റ് ആയിട്ടുണ്ട്. ഇത് പണ്ട് ഞാൻ ഹെയർ കളർ ചെയ്ത ഡ്രസ്സാണ്, അത് ചെയ്തപ്പോൾ ഇട്ട ഡ്രസ്സാണ്, അതുകൊണ്ടാണ് കണ്ടിരുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ പരിപാടി നമ്മൾ മുടിയിലെ ചട കളഞ്ഞെടുക്കുന്നതാണ്. ചീപ്പൊക്കെ എടുത്ത് ചട കളയാൻ ഏറ്റവും ബെറ്റർ. നിങ്ങൾ കളർ അടിക്കുകയാണെങ്കിൽ വലിയ ടോയ്ലറ്റിൽ വന്നിരുന്ന് അടിക്കുക, കാരണം നിലത്തായാലും വലിയ സീനില്ല. അപ്പം ഇതാദ്യം ചെയ്തെടുക്കട്ടെ. അപ്പം ഞാൻ ട്രൈപോഡ് കൊണ്ട് വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങാം. മുടിയിൽ ചട കളഞ്ഞു. ആൻഡ് നമുക്ക് ഇങ്ങനെ ഒരു പാക്കറ്റിലാണ് വന്നിട്ടുള്ളത്. ഞാൻ കളറൊക്കെ നേരത്തെ കാണിച്ചു തന്നായിരുന്നു, കാണാത്തവർക്ക് ഇതാണ് കളറ്. ഓക്കെ, ഇതെങ്ങനെ നമുക്ക് എൻ്റെ മുടിയിൽ കിട്ടും എന്ന് നമുക്ക് നോക്കാം. ആൻഡ് ഇതൊന്നും നമുക്ക് വായിക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി നമ്മൾ എന്താ പറയുക ഹെയർ കളർ ചെയ്യുന്ന കാര്യത്തിൽ ഭയങ്കര എക്സലൻ്റ് ആണ് എന്നൊക്കെ പറയണമെന്നുണ്ടെന്നാലും. ഓക്കെ, അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു, ഞാൻ ഈ ഹെയർ കളർ ചെയ്തതിനും ഇൻസ്റ്റയിൽ സ്റ്റോറിയൊക്കെ ഇടുമ്പം ഏതാ ഹെയർ കളർ, എവിടെയാണ് ചെയ്തത്, ഇവിടെ എത്ര രൂപയാണ്, എനിക്ക് അറിഞ്ഞൂടാ. മെയിനായിട്ട് ഹെയർ കളർ ഏതാന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെ നോക്കിയെടുത്തല്ല, ഞാൻ ഇത് 2 ഹെയർ കളർ മിക്സ് അടിച്ചപ്പോഴാണ് എനിക്ക് ഇതല്ല എന്ന് പറഞ്ഞ കളർ കേട്ടോ, ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് കളർ കിട്ടിയത്. അപ്പോൾ എന്താ പറയുക, ഇവിടെ ഞാൻ സലൂണിൽ പോയിട്ടില്ല ഇതുവരെ. ഹെയർ കെയർ ചെയ്യാനോ അല്ലെങ്കിൽ മുടി വെട്ടാൻ പോലെ ഇവിടെ സലൂണിൽ പോയിട്ടില്ല, അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിലോ എവിടെ ഞാൻ ഇവിടെ പോയിട്ടില്ല. സോ ഞാൻ സ്വയമാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും. ഇതിൻ്റെ പേര് എനിക്കറിയില്ല, അതുണ്ടോ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ 1B എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, എന്തിനാണോ ഒരു. അതുപോലെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും. ഷാമ്പുവും കണ്ടീഷണറൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ കിട്ടും കേട്ടോ. പിന്നെ ഇതെന്തായിരുന്നു, ഇത് മാസ്കാണ്, നമുക്ക് യൂസ് ചെയ്യാനുള്ളതാണ്. അങ്ങനെ എല്ലാം ഉണ്ട്. എല്ലാം ഞാൻ എടുത്തു. 1 by 1 ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ സാധനം ഉണ്ടല്ലോ, ഇത് തുറക്കാനാണ്. ഇതിൻ്റെ അകത്തേക്കാണ് നമ്മൾ എല്ലാം മിക്സ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എക്സ്ട്രാ ആയിട്ട് സാധനങ്ങൾ വേണ്ട മിക്സ് ചെയ്യാനായിട്ട്. അതിട്ടു. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ ഇതുണ്ടോ ഫാബിൻ്റെ അല്ലേ ഫ്ലീഗിൻ്റെ ക്രീമ് ഫാബ്. ഓക്കെ, ഈ സാധനം നമ്മളിനി ഇതിൻ്റെ അകത്തേക്ക് പൊട്ടിച്ച് വയ്ക്കണം. ഞാൻ പൊട്ടിക്കട്ടെ കേട്ടോ. സോ ഇത് ജസ്റ്റ് എൻ്റെ അകത്തേക്ക് ജസ്റ്റ് പീച്ച് കൊടുത്താൽ മതി. വരുന്നുണ്ട് കണ്ടോ. അപ്പം ഇതിനൊരു റേഷ്യോ ഉണ്ട്. അപ്പം നിങ്ങളാണെങ്കിലും എടുക്കുമ്പോൾ നിങ്ങളുടെ ഹെയർ കളറിനനുസരിച്ചില്ലേ എന്തോരം ക്വാണ്ടിറ്റി നിങ്ങൾക്ക് വേണോ അതനുസരിച്ച് ആ റേഷ്യോ എടുക്കണം. ഞാൻ ഇത് കംപ്ലീറ്റ് എടുക്കുന്നതുകൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ഇത് പീച്ച് ഇടാം. ചിലർക്ക് കുറച്ച് മതിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കുറച്ചെടുക്കുക, റേഷ്യോ നോക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇത് മൊത്തം ഞാൻ ഒന്ന് പീച്ചിട്ടെ. സോ ഇപ്പം ഞാൻ ക്രീം കംപ്ലീറ്റ് ഇതിലിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇതിൽ ലിക്വിഡും ഇവിടെ ക്രീമായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഇനിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇത് എന്ത് ചെയ്യണം, കുലുക്കുക. ഇത് മിക്സ് ആവണം. ഇത് രണ്ടുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആണ്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. എന്തെങ്കിലും പാത്രത്തിൽ എടുത്തിട്ട് ബെറ്റർ ഒരു ഗ്ലാസിൻ്റെ പാത്രമോ സംതിങ് അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് സ്റ്റീലൊന്നും കൊടുക്കണ്ടില്ല കേട്ടോ. ഗ്ലാസിൻ്റെ പാത്രമൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അകത്തിട്ട് വേണമെങ്കിൽ ഇത് മിക്സ് ചെയ്യാം. ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇവിടെ ഇപ്പം എനിക്ക് അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ടും ഇതാണ് എളുപ്പപ്പണി ഉള്ളത് കൊണ്ടും ഞാൻ ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പം ഇതിങ്ങനെയിട്ട് കുലുക്കാം. നന്നായിട്ട് ഇത് മിക്സ് ആവണം, എന്നാലാണ് പറ്റുള്ളൂ. കുലുക്കി കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് വേറൊരു സാധനമുണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു ക്യാപ്പും കൂടെ അതിൻ്റെ കൂടെ വരും. ഇത് കുറേ പേര് കണ്ടിട്ടുണ്ടാകും, നമ്മുടെ മറ്റേ പണ്ടത്തെ ഇന്ദുലേഖയുടെയൊക്കെ സാധനമില്ലേ, അതാണുള്ളത്. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഇതിറങ്ങും, എന്താ പറയുക, നമുക്ക് ഓയിലൊക്കെ ഇറങ്ങുമ്പോൾ ഇത് ഇറങ്ങും. അപ്പോൾ അതനുസരിച്ച് നമുക്കിങ്ങനെ
ചെയ്യിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഊരിയിട്ട് അങ്ങനെയും യൂസ് ചെയ്യാം. എങ്ങനെ വേണേൽ യൂസ് ചെയ്യാം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന്. പിന്നെ നമുക്കൊരു ഗ്ലൗസും അതിൻ്റെ കൂടെ അവർ പ്രൊവൈഡ് ചെയ്യും. ഞാൻ കാണിച്ചു തരാം. ഇതൊന്ന് 2 കുലുക്കൂടെ കുളിക്കട്ടെ. ഗ്ലൗസോട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് ഈ ഗ്ലൗസ് ഇഷ്ടമല്ല. കാരണം ഇതിന് ഒരു പരിപ്പരുപ്പുള്ള ഗ്ലൗസാണ്. അല്ല, ഇത് നല്ല ഗ്ലൗസാ. അല്ല, എനിക്ക് തരിച്ച് കയറി ഇങ്ങനത്തെ ഒരു ഗ്ലൗസ് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഒരു പരിപരിപ്പുണ്ട് ഈ ഗ്ലൗസിന്. അരിപ്പൊടിയിലൊക്കെ പോയിട്ടില്ലേ, ആ ഒരു എഫക്റ്റ് ഉള്ള ഫുഡ് ഗ്ലൗസാണ്. എനിക്ക് ഇഷ്ടമല്ല അത്. മീൻ മൊത്തം കുളിർന്ന് കയറിപ്പോൾ കാലമൊക്കെ. ഓക്കെ, അപ്പോൾ ഇത് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ മുടി കളർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം അങ്ങ് റിമൂവ് ചെയ്യാൻ, ഇത് റിമൂവ് ചെയ്തിട്ട് എനിക്ക് ഇതാണ് വേണ്ടത്. ഞാൻ ഇതെടുത്ത് വയ്ക്കുകയാണ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇപ്പോൾ ഇത് ഫിക്സായി. ഇനിയിപ്പോൾ നമ്മൾ പയ്യെ പ്രസ് ചെയ്ത് ഇതിന് വരുന്നുണ്ട്. കണ്ടോ, കാണാലോ നിങ്ങൾക്ക്? കണ്ടോ? ഇനി ഇത് നമ്മൾ പയ്യെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാം. നമുക്കിത് 2 രീതിയിൽ ചെയ്യാം. ഒറ്റയടിക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഹാഫ് ഭാഗത്ത് ഇത്രയും തേച്ച് കൊടുത്ത ശേഷവും നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഞാനൊന്ന് കംപ്ലീറ്റ് തേക്കട്ടെ കേട്ടോ. സോ അങ്ങനെ നമ്മുടെ മുടി കളർ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് അവസാനത്തെ കോലം. ഇത് വേണമെങ്കിൽ നമുക്കൊരു അലുമിനിയം പേപ്പർ വെച്ചിട്ട് റോൾ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ പ്രൊട്ടക്ഷന് വേണ്ടി വെക്കാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഞാൻ പക്ഷേ ഇവരുടെ തന്നെ ഈ സാധനം ഞാൻ യൂസ് ചെയ്യുന്നില്ല. കാരണം ഞാൻ ഇന്ന് വേറെ പുതിയൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാനുള്ളതാണ്. യൂസ് ചെയ്യണമെന്ന് അത്ര വലിയ നിർബന്ധമൊന്നുമില്ല. പിന്നെ ഇതെല്ലാം വേസ്റ്റാണ് കേട്ടോ. വേസ്റ്റ് ചെയ്ത് വെക്കട്ടെ. സോ അപ്പോൾ ഇതായിരുന്നു മുടി കളർ ചെയ്തത്. ഇനിയിപ്പോൾ ഞാൻ കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തരാം കളർ എന്തായെന്നുള്ളത്. ഒരു 30 മിനിറ്റ് വെക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ കയറി കുളിക്കും. നമുക്ക് വേണമെങ്കിൽ നിങ്ങളിപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കംപ്ലീറ്റ് നിങ്ങളുടെ ഹെയർ കംപ്ലീറ്റ് അടിക്കുക. അല്ല നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ എന്നെപ്പോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വ്യത്യാസം മനസ്സിലായില്ലേ? ഇവിടെ വരെ ബ്ലാക്ക്, അത് കഴിഞ്ഞ് താഴത്തേക്ക് വരാനാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ മുതൽ ഇവിടം വരെ ഒരു 20 മിനിറ്റ് വെച്ച ശേഷം ഇവിടുന്ന് താഴത്തേക്ക്, അതായത് വേറെ കളറുള്ള ഭാഗത്ത് നിങ്ങൾക്ക് 10 മിനിറ്റ് വെക്കുക. അപ്പോൾ ഈക്വലി ബാലൻസ് ചെയ്ത കളർ വരും. ഇപ്പം ഞാൻ കംപ്ലീറ്റ് മൊത്തം അടിച്ചു. കാരണം എനിക്കിവിടെ കുറച്ച് കളർ കുറഞ്ഞ കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് മൊത്തം അടിച്ചായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് 2 രീതിക്ക് ചെയ്യാം. അപ്പം ഞാൻ പോയി മുടിയൊക്കെ സെറ്റായ ശേഷം കാണിച്ചു തരാം.